ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും BEdu PSC ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 8ാം ക്ലാസ്സിലെയും ന്യൂ SCERT സോഷ്യൽ സയൻസിലെയും ഫസ്റ്റ് ചാപ്റ്ററാണ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഈ പാഠഭാഗം കുറച്ച് ലെങ്തി ആയതിനാൽ 3 പാർട്ടായിട്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വിവരണമാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 12 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉയർന്നു നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95% തീർന്നു. ജെയിംസ് ഫൾച്ചറിൻ്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷനിൽ നിന്നെടുത്തിട്ടുള്ള വിവരണമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അതായത് ഏഷ്യ ഉൾപ്പെടെയുള്ള ഇതര ഭാഗങ്ങളുമായിട്ട് യൂറോപ്യർക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് നയിച്ച പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂറോപ്പിൽ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിൽ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ് സമുദ്രപാത കണ്ടെത്തുന്നതിനെക്കുറിച്ചുള്ള പ്രധാന ഘടകങ്ങൾ? യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിനും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ്, ദിശ കണ്ടെത്താൻ എന്തൊക്കെ സഹായിച്ചു, കോമ്പസ്, ഭൂപട നിർമ്മാണം, അതുപോലെ പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെക്കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, അതുപോലെ തന്നെ തുർക്കികൾ എന്ത് പിടിച്ചെടുത്തു? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കും. ഇനി അടുത്തത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് നോക്കാം. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള പ്രധാന കേന്ദ്രമാണ് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ളത്. കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പം ഏഷ്യയും യൂറോപ്പും കരമാർഗ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ഏത് വഴിയാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്. അതേപോലെ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തു. ഏത് വർഷമാണ് പിടിച്ചെടുത്തത്? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. തുടർന്ന് ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാരാണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ. വാസ്കോഡഗാമ കേരളത്തിൽ എത്തിച്ചേർന്ന സ്ഥലം കോഴിക്കോട്. വാസ്കോഡഗാമ പിന്നിട്ട സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം. വാസ്കോഡഗാമ പിന്നിട്ട വൻകരകൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. അപ്പോൾ ഇവിടെ വാസ്കോഡഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 1497 ജൂലൈ 8 ലിസ്ബൺ തുറമുഖത്തു നിന്ന് 4 പായ്ക്കപ്പലുകളുമായി 170 പേരടങ്ങുന്ന സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡഗാമ യാത്ര തിരിച്ചു. ഒരു രാജ്യം തേടിയുള്ള എക്കാലത്തെയും വലിയ സമുദ്രയാത്രയായിരുന്നു അത്. ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട് ബ്രസീലിൻ്റെ തീരത്തെത്തി. തുടർന്ന് തെക്ക് കിഴക്കോട്ട്. പിന്നെ തുണയായത് തൻ്റെ മുൻഗാമിയായ ബർത്തലോമിയോ ഡയസ് കണ്ടെത്തിയ കാറ്റുകളായിരുന്നു. അവ അദ്ദേഹത്തെ ആഫ്രിക്കയുടെ തെക്കേ തീരത്തെത്തിച്ചു. എന്നാൽ പ്രാദേശിക ഭരണകൂടവുമായുണ്ടായ എതിർപ്പിനെ തുടർന്ന് ഗാമ അവിടം വിട്ടു. തുടർന്ന് വടക്കോട്ടും മൊബോസയും കടന്ന് മലിന്ദിയിലെത്തി. മലിന്ദി തുറമുഖത്ത് ഇന്ത്യൻ കച്ചവടക്കാരുടെ സാന്നിധ്യം ശ്രദ്ധിച്ച അദ്ദേഹം ഒരു പ്രാദേശിക നാവികൻ്റെ സഹായം തേടി. അവിടെ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 ഏപ്രിൽ 24 പുറപ്പെട്ട വാസ്കോഡഗാമ 23 ദിവസം കൊണ്ട് മെയ് 20 കോഴിക്കോടിനടുത്ത് കാപ്പാട് തുറമുഖത്ത് എത്തിച്ചേർന്നു. എന്നാൽ വിദഗ്ധരുടെ ഉപദേശം വകവയ്ക്കാതെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് തന്നെ തിരിച്ചു പോകാൻ ശ്രമിച്ച ഗാമ ഏറെ പ്രയാസപ്പെട്ടു. തിരികെ മലന്തിയിലെത്താൻ വാസ്കോഡഗാമയ്ക്ക് 132 ദിവസങ്ങൾ വേണ്ടി വന്നു. അപ്പം വാസ്കോഡഗാമ കേരളത്തിൽ എത്തിച്ചേർന്ന വർഷം എന്നാണ് 1498. എവിടെയാണ് വന്നു ചേർന്നത്? കാപ്പാട്, കോഴിക്കോട്. വാസ്കോഡഗാമയുടെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. വാസ്കോഡഗാമ കേരളത്തിൽ എത്തിച്ചേർന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു.
കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? അറബികളായിരുന്നു. അറബികളെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഗാമയുടെ ഇന്ത്യയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരന്മാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരക്കാരന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. അടുത്തത് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്താണെന്ന് നോക്കാം. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാരായിരുന്നു. ഈ കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തെ തുടർന്ന് സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അതുപോലെ ഗാമയുടെ കപ്പലുകൾ. ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്ന 3 കപ്പലുകളായിട്ടാണ് സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. അതുപോലെ പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം ഏതൊക്കെ മേഖലയിലാണെന്ന് നോക്കാം. രാഷ്ട്രീയ മേഖല, കാർഷിക മേഖല, വിജ്ഞാന മേഖല, സാംസ്കാരിക മേഖല, പദങ്ങൾ. അപ്പം രാഷ്ട്രീയ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏത് കോട്ടയാണ്? മാനുവൽ കോട്ട. മാനുവൽ കോട്ട എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ: കൊച്ചി, ഗോവ, ദാമൻ, ദിയു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ഈ കാർഷിക മേഖലയിൽ കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. വിജ്ഞാന മേഖല വരുമ്പോൾ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. സാംസ്കാരിക മേഖലയിൽ ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. അതുപോലെ തന്നെ മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക്, കടലാസ്, ലേലം എന്നീ പദങ്ങൾ പോർച്ചുഗീസുകാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഉദയംപേരൂർ സുനഹദോസ്. ഉദയംപേരൂർ സുനഹദോസിൻ്റെ ലക്ഷ്യം കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ ബാബിലോണിയയിലെ പത്രിയാർക്കീസിനുണ്ടായിരുന്ന അധികാരത്തിന് പകരം റോമിലെ പോപ്പിൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയും സുറിയാനി പ്രാർത്ഥനയുടെ സ്ഥാനത്ത് റോമൻ കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനയും ആരാധനാക്രമങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് നടന്ന വർഷം 1599. അടുത്തത് കൂനൻകുരിശ് സത്യം. സുറിയാനി പാരമ്പര്യമുള്ള കേരളത്തിലെ ആദ്യ ക്രൈസ്തവ സഭയെ പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് മാറ്റാൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നപ്പോൾ അതിനെതിരെയുള്ള സുറിയാനി ക്രൈസ്തവരുടെ പ്രതിഷേധമായിരുന്നു 1653 കൂനൻകുരിശ് സത്യം. എന്താണ്? സുറിയാനി പാരമ്പര്യമുള്ള കേരളത്തിലെ ആദ്യ ക്രൈസ്തവ സഭയെ പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് മാറ്റാൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെയുള്ള സുറിയാനി ക്രൈസ്തവരുടെ പ്രതിഷേധമായിരുന്നു 1653 കൂനൻകുരിശ് സത്യം. അടുത്തത് തുഹഫത്തുൽ മുജാഹിദീൻ. 15-16 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചരിത്ര ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുജാഹിദീൻ. എന്താണ്? 15-16 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചരിത്ര ഗ്രന്ഥം ഏതാണ്? തുഹഫത്തുൽ മുജാഹിദീനാണ്. ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നത് കോഴിക്കോട് സാമൂതിരിമാർ കേരളത്തിൽ പോർച്ചുഗീസുകാർ നടത്തിയ ആക്രമണങ്ങൾ. തുഹഫത്തുൽ മുജാഹിദീൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം പോരാളികൾക്കുള്ള സമ്മാനം. തുഹഫത്തുൽ മുജാഹിദീൻ എന്ന ചരിത്ര ഗ്രന്ഥം എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മലയാളിയാണ്. അടുത്തത് ഡച്ചുകാർ. ഡച്ചുകാർ എന്താണെന്ന് നോക്കാം. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടുകാരാണ്. ഇവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡച്ചുകാർ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസൂര. അപ്പോൾ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസൂര. ഇന്ത്യയിലെ കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അതുപോലെ ഡച്ചുകാരുടെ മറ്റു പ്രധാനപ്പെട്ട സംഭാവനകളാണ് ശാസ്ത്രീയമായ കൃഷിരീതി അവതരിപ്പിച്ചു, തുണികളിൽ ചായം മുക്കുന്ന രീതി പരിചയപ്പെടുത്തി. കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂർ സൈന്യവും ഡിലനോയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പം കുളച്ചൽ യുദ്ധം നടത്തിയത് ആരൊക്കെ തമ്മിലാണ്? തിരുവിതാംകൂർ സൈന്യവും ഡിലനോയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഈ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741.
കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയാണ്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഡിലനോയി. തിരുവിതാംകൂർ സൈന്യത്തിന് കീഴടങ്ങിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയി. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് കപ്പിത്താനും ഡിലനോയിയാണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിക്കോട്ട, കന്യാകുമാരിയാണ്. അതുപോലെ ഈ ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായി കരുതപ്പെടുന്ന കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കാസ്. ഈ ഹോർത്തൂസ് മലബാറിക്കാസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹോർത്തൂസ് മലബാറിക്കാസ് കൃതി തയ്യാറാക്കിയ കാലയളവാണ് 1678 1702. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഹോർത്തൂസ് മലബാറിക്കാസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഹോർത്തൂസ് മലബാറിക്കാസ് 12 വാല്യങ്ങളിലായാണ് പ്രസിദ്ധീകരിച്ചത്. ഈ കൃതി പ്രസിദ്ധീകരിച്ചത് നെതർലൻഡ് ആസ്ഥാനമായ ആംസ്റ്റർഡാമിലാണ്. ആദ്യമായി അച്ചടിക്കപ്പെട്ട പദം തെങ്ങാണ്. നേതൃത്വം നൽകിയത് ഹെൻറിക് വാൻ റീഡാണ്. ഈ രചനയിൽ അദ്ദേഹത്തെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. അപ്പം ഇട്ടി അച്യുതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ആരെന്ന് പറയുന്നത്? ഇട്ടി അച്യുതൻ. മറ്റുള്ള പങ്കാളികളാണ് അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കാസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കാസിലെ കൃതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേജിൽ ചൂണ്ടപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പനവർഗത്തിൽപ്പെടുന്ന ഒരു വൃക്ഷമാണിത്. ഒറ്റത്തടിയായി വളരുന്ന ഈ മരത്തിൻ്റെ ഇലകളും തണ്ടുകളും ആനകൾക്ക് ഭക്ഷണമായി നൽകാറുണ്ട്. ആനപ്പന, ഒലട്ടി എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. ഇനി അടുത്തത് ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അപ്പം ഡച്ചുകാർക്ക് ശേഷം ആരൊക്കെയാണ് കച്ചവടത്തിൽ വന്നത്? ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പം ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അപ്പം ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഏത് മേഖല? കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. അതുപോലെ ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. അപ്പം ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. അതുപോലെ ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന മാഹി എന്ന പ്രദേശം പൂർണ്ണമായും കണ്ണൂർ ജില്ലയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി. M. മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിൻ്റെ വികൃതികൾ എന്നീ കൃതികൾ ഈ പ്രദേശം പാശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതി അതേ പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് ലെനിൻ രാജേന്ദ്രനാണ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ വ്യാപാര ബന്ധത്തെക്കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സുകൾ ഏവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.